അപ്പോൾ നമുക്കിന്ന് ആദ്യോഗിയിലെ വിശേഷങ്ങളായിട്ട് പോയാലും ഞാനും ഹസ്ബൻഡും കൂടിയായിട്ട് ആദ്യോഗിക്ക് പോയത്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഫസ്റ്റത്തെ ഒരു സ്ഥലമാണ് ആദ്യോഗി. അവിടെ സ്റ്റേ ചെയ്യണമെന്ന് മുന്നേ പോയിട്ടുണ്ട്, പക്ഷേ സ്റ്റേ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ രാവിലെ 7:30ക്കുള്ള ട്രെയിനാണ് ആദ്യോഗിക്ക് പോയത്. പിന്നെ കോയമ്പത്തൂർക്ക് ചെന്ന് ഫുഡൊക്കെ കഴിച്ച്. കോയമ്പത്തൂർ എനിക്ക് ഏറ്റവും മോശമായിട്ട് തോന്നിയത് ഒരേ ഒരു കാര്യമാണ്, യൂബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവിടെ കാണിക്കുന്ന ചാർജിനേക്കാളും കൂടുതലായിട്ട് നമ്മളോട് ചോദിക്കും. അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ 2-3 പേരെ ക്യാൻസൽ ചെയ്തിട്ട് നാലാമതൊരാളാണ് കിട്ടിയത് ചേട്ടൻ. ആൾ ചോദിച്ചൊന്നുമില്ല. ആദ്യോഗിയിലേക്ക് പോയത് ബസ് വഴിയാട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി 100 രൂപ ആയുള്ളൂ. സീറ്റൊക്കെ കിട്ടി, കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ എത്താൻ പറ്റി. പിന്നെ ഇതുപോലെ കാളവണ്ടികളൊക്കെ നമുക്ക് സ്റ്റാച്ചിൻ്റെ അവിടെ എത്തിക്കോട്ടെ. നെക്സ്റ്റ് നമ്മൾ റൂമിലേക്കാണ് പോകുന്നത്. അത് ആദ്യോഗിക സെൻറ്ററിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്ക് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ വണ്ടിയിലാണ് നമ്മൾ റൂമിലേക്ക് കൊണ്ടുവന്ന് ആക്കി തരും. തിരിച്ച് നമ്മൾ ആദ്യോഗി സ്റ്റാച്യൂടെ അവിടെ ആക്കി തരും അവർ. നമ്മൾ സ്റ്റേ ചെയ്ത റൂം നല്ല അടിപൊളിയായിരുന്നു. അഫോർഡബിൾ പ്രൈസ്, നല്ല സൗകര്യമുള്ള റൂമായിരുന്നു. പിന്നെ ഈവനിങ് ആയപ്പോഴേക്കും നമ്മൾ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി പോയി. രാവിലെ തൊട്ട് നമുക്ക് ഈവനിങ് വരെ അവിടെ യോഗ ക്ലാസ് ഉണ്ട്, ഓരോ അരമണിക്കൂർ തൊട്ട്. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സമാധാനം കിട്ടും. ഇത്രയും തിരക്കിൽ നിന്ന് സമാധാനം തേടുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു ഏരിയയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും പോകണം. പിന്നെ ഫുഡൊക്കെ അവിടെ തന്നെയാണുള്ളത്. നല്ല ഹെൽത്തി ഫുഡാണ്. അപ്പോൾ എന്തായാലും പോവാം. ഓക്കെ, ബൈ.